Hey, get up. Your place, baby. ഓ ഹോസ്റ്റലെത്തിയോ? ഈ രാത്രി പെട്ടെന്ന് അവസാനിച്ച പോലെ തോന്നിയല്ലേ? ഇനി എത്രയോ രാത്രികൾ ഇരിക്കുന്നു രമേഷ്. ബൈ ബൈ. ഹായ്, ലിസൺ. സൂക്ഷിച്ചു പോണം കേട്ടോ. പാടം കാണാതെ റൂമിനകത്ത് കയറിക്കോ. ഓക്കെ. ബൈ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you tomorrow. Okay, bye. Hey. Hi, baby. ബേബി, സമയം എത്രയാണെന്നറിയാമോ? സമയമോ? ഞാൻ സമയം അന്വേഷിക്കാറില്ല. 8 മണിക്ക് മേറ്റർ നിന്നെ അന്വേഷിച്ചിരുന്നു. എപ്പോ വന്നാലും ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണണമെങ്കിൽ മേറ്റൻ ഇവിടെ വരട്ടെ. ബേബി, നിന്റെ ഈ പോക്ക് അപകടത്തിലേക്കാണ്. ദേ, എന്നെ ആരും ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ബേബി, നീ മദ്യപിച്ചിട്ടുണ്ടോ? ഓ, സ്വല്പം, വെരി ലിറ്റിൽ. ആ രമേഷ് പറഞ്ഞിട്ടാ. ബേബി, എന്താ? എടി, നിന്റെ ഈ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ കൂട്ടുകെട്ടാണ് എന്റെ മനസ്സിന് സമാധാനം തരുന്നത്. നീ നശിക്കുകയാണ് ബേബി. അല്ലടി, അല്ല, ഞാൻ ജീവിക്കുകയാണ്. ഇതാണോ ജീവിതം? അതെ, ഇത് തന്നെ. ബേബി, ഹായ് ബേബി. ഹലോ. ഹലോ രമേഷ്. രമേഷിന്റെ ഫോൺ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറക്കുകയായിരുന്നു. അതെന്താ? എന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. വീട്ടിലെന്താ സംഭവിച്ചു? വീട്ടിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കാണ്. ആരെങ്കിലും ഈ പ്രായത്തിൽ വീട്ടിൽ പോയി സ്ഥിരതാമസമാക്കുമോ? ബോറടിക്കില്ലേ? ബോറടിക്കാൻ മാത്രമല്ല, എന്റെ മനസ്സിനും തീരെ സുഖമില്ല രമേഷ്. അതിന് മരുന്നുണ്ട്. എന്താണത്? ഐ വിൽ ഷോ യു. ജാതകം വെക്കുമെങ്കിൽ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു മുഹൂർത്തം നോക്കി ഉടനെ തന്നെ വിവാഹം നടത്തി കളയാം. യു നോ, ബേബി ഈസ് എ വെരി നൈസ് ഗേൾ. ആരും ഇഷ്ടപ്പെട്ടു പോകും. എന്നാ പെരുമാറ്റം, എന്നാ ക്യാരക്ടർ. ആൻഡ് ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൾസോ. ആ, മോൾ അവിടെ കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഉടനെ പോണം. ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ, ഉടനെ വരും. ആ, അവൾ തന്നെ വരുന്നെന്ന് തോന്നുന്നു. Come in. ബേബി, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം. യു ക്യാരി ഓൺ. ഓക്കെ? Okay. ബൈ. Bye. ഇതായിരിക്കും നിങ്ങളുടെ മകള് അല്ലേ? ഓ, നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ? മകളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 5 ലക്ഷം അല്ല, 10 ലക്ഷം രൂപ എന്നാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട. മനസ്സിലായോ? ഒരു സരസ്വതി. അയ്യോ, ഞാൻ சொல்றது കേളുങ്കോ. റിയലി ഐ ആം വെരി സോറി. ഇത് എന്നോ അബദ്ധം പറ്റിയതാണ്. തിരിച്ചു തരൂ പ്ലീസ്, പ്ലീസ്.
അവരിവിടെ വന്ന എന്തിനാണെന്ന് അറിയാമോ? അറിയാം, എന്റെ കല്യാണം ആലോചിക്കാനല്ലേ. ആ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. കാരണം ഞാൻ ആ വക ബന്ധങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ നീ ഈ കുടുംബം നശിപ്പിച്ച് അടങ്ങുമെന്നാണല്ലേ? അമ്മ നാശത്തെപ്പറ്റി മകളോട് പറയുന്നു. ഈ കുതിരയാണ് ഈ നാശം മുഴുവൻ ഇവിടെ വരുത്തി വെച്ചത്. എടി, നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്ത്? അതെനിക്ക് പറയണം. ഈ വീട്ടിൽ ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ഒരുത്തിയാണ്. എനിക്കിവിടെ അച്ഛനമ്മയുണ്ടോ? ഒരന്യപ്പോലെയാണ് ഞാനിവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്തിനു നീ എങ്ങനെ കഴിഞ്ഞുകൂടണം? അതിനെനിക്ക് മറുപടി പറയാൻ വയ്യ. എന്തുകൊണ്ട്? നിങ്ങളെന്റെ അമ്മയായിപ്പോയി, അതുകൊണ്ട്. ആ ബന്ധം സാരമില്ല, പറയൂ. എനിക്കതറിയണം. ഞാൻ പറയില്ല. എടി, പറയാതെ നിന്നെ ഞാൻ വിടില്ല. അമ്മ സ്വന്തം മനസ്സിനോട് ചോദിച്ചാ മതി, മറുപടി കിട്ടും. ഈയിടെ വാങ്ങിയതാണ് ഈ കുതിരയെ. കുതിര എന്ന് പറഞ്ഞാൽ സൗദാമിനിക്ക് കലശലായി കിറുക്കാണ്. ഇന്ത പ്രദേശത്തിൽ അതൊരു സംസാര വിഷയം തന്നെയായിരിക്കുന്നു. നമ്മുടെ തറവാട്ടിലും പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു. അവളുടെ ചെറുപ്പത്തില് അവളെയും കൊണ്ട് അച്ഛൻ എന്ത് സവാരി നടത്താറ്. ഇപ്പോ ആളുകൾ കേൾക്കല, ഇന്ത ജീപ്പും കാറും ഒക്കെ ഇരിക്കുമ്പോൾ എതുക്ക് കുതിരയെന്ന്. ജീപ്പും കാറും ഒക്കെ ഉണ്ടെങ്കിലും കുതിര എന്ന് പറഞ്ഞ അതിന്റെ അന്തസ് വേറെ ഒന്നും തന്നെയാ. നോ ഡൗട്ട്, കുതിരയെ താ. നോ പെട്രോൾ പ്രോബ്ലം, നോ ടയർ പ്രോബ്ലം, പ്രകൃതി വാഹനം. അല്ല കേട്ടോ, എന്റെ ഈ ദണ്ണം കൊണ്ടാ, അല്ലെങ്കിൽ ഞാനും നിത്യം സവാരിക്ക് പോയനെ. ആമാ, ഞാനും കേൾക്കണമെന്ന് വിചാരിച്ചു. എവിടെയാണ് ദണ്ണം? ഹൃദയത്തിന് തന്നെ. കേട്ടിട്ടില്ലേ? അഞ്ചേന. ഓ, കേട്ടിരിക്കെ ആഞ്ജനേയൻ, അതാവത് ഹനുമാൻ അല്ലുവാ? ഹനുമാനും സുഗ്രീവനൊന്നും അല്ല സ്വാമി. അഞ്ചേന ഒരുതരം ഹൃദ്രോഗമാണ്. ചേട്ടന്റെ ഹാർട്ടിനാണ് സ്വാമി ട്രബിൾ. അത് വന്നാലുണ്ടല്ലോ, ഹോ, പാക്കുവെട്ടിയുടെ ഇടയിൽ പെട്ടതുപോലെയാണ് ഹൃദയം. ഊക്കൻ വേദന. ഇവിടെ നേട് തുടങ്ങും, പിന്നെ ഒരൊറ്റ പാച്ചിലാണ് ഈ ഭാഗത്തേക്ക്. ശിവ കേൾക്കുമ്പോതേ എനിക്ക് ഭയമാവുന്നു. സൗദാമിനി, എങ്ങനെയുണ്ട് പുതിയ കുതിര? മിടുക്കനാണ്. നാളെ പുറത്ത് സവാരിക്ക് കൊണ്ടുപോകണം. ചേട്ടന് മരുന്നെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ലേ? ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. വ്യായാമം ഒന്നും മുടങ്ങുന്നില്ലല്ലോ? ഞാൻ ദിവസവും 1-2 നാഴി നടക്കാറുണ്ട്. എന്താ പോരെ? വേഗം വാ. നമസ്കാരം പറ. എന്താ സിദ്ധയ്യൻ? ആരായത്? ജോലി അന്വേഷിച്ച് എസ്റ്റേറ്റിൽ വന്നതാ. ആള് മഹാപാവമാണ്. എന്ത് ജോലി അറിയാം? കുതിരക്കാരനാ. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഏതായാലും ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ആയിക്കോട്ടെ, അതൊന്നും എന്നോട് ചോദിക്കണ്ട. സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ. എന്താ പേര്? ചന്ദ്രശേഖരൻ. ഇന്ത കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ? കുതിരയുമായി 5-8 കൊല്ലത്തെ പരിചയമുണ്ട്. ഏതാവത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ? അതൊന്നും വേണ്ട സ്വാമി, അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇല്ല, ചുമ്മാ ഒന്ന് ടെസ്റ്റ് പണി പാക്കാൻ നനച്ച. ഒന്നും വേണ്ട. സിദ്ധയ്യ, ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ആ കുതിര ഒന്ന് കാട്ടിക്കൊടുക്കും. വരൂ.